മീൻ വറുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഫിഷ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പൊട്ടും കൂടണ്ട. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇവിടെ നെത്തോലി മീനാണ് വറുക്കാൻ ഉപയോഗിക്കുന്നത്. നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർക്കാൻ വച്ചിരുന്നതാണ്. ആ മീൻ ഇതിനകത്തേക്ക് ഇട്ട് ആ പൊടിയുമായിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഞാൻ വേറെ വെള്ളം ചേർക്കുന്നില്ല. ഈ മീനിനുള്ള വെള്ളത്തിൽ തന്നെ അത് കുതിർന്നുകൊള്ളും. എല്ലാ പൊടിയും മീനിലേക്ക് പറ്റി പിടിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇടാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഈ മീൻ ഓരോന്നായി നമുക്ക് ഇടാം. ഈ കറിവേപ്പില ഇടുമ്പോൾ അടിയിൽ പിടിക്കാതെ, മീൻ ഈ പാനിൽ ഒട്ടിപ്പിടിക്കാതെ എളുപ്പത്തിൽ നമുക്ക് മറിച്ചിടാൻ പറ്റും. കൂടാതെ കറിവേപ്പിലയുടെ ആ മണം കൂടെ വരുമ്പോൾ മീൻ വറുത്തതിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഒരുവിധം വറുത്തു എന്ന് തോന്നുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം. മീഡിയം തീയിൽ തന്നെ കിടന്നോട്ടെ. വറുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ആ എണ്ണയൊന്ന് മാറാൻ വേണ്ടി കോരി വെച്ചിട്ട് പാത്രത്തിലേക്ക് എടുത്തിടാവുന്നതാണ്. ഇതുപോലെ ബാക്കി മീനും വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെത്തോലി ഫ്രൈ അല്ലെങ്കിൽ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.